ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇതുപോലെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ. അപ്പോൾ ഇതാ നമ്മളെന്തായാലും വൈകിട്ട് ചായകുടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തറവാട്ടിൽ കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു ചെടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയൊക്കെ അങ്ങനെ അതന്നെ തുടരണമെന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ കുറേ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ കുക്കിംഗ് വീഡിയോ കാണാനാണ് രസമെന്ന്. അപ്പോൾ എന്തായാലും അവരുടെ വാക്കുകളൊക്കെ ഒന്ന് മാനിച്ചുകൊണ്ട് ഇനി എന്തായാലും നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മളൊരു ചെറിയ ചെടികളും ഒക്കെ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞി തൈകൾ കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റംബൂട്ടാനാണ്. പിന്നെ ഇതാ മുസമ്പി ഉണ്ട്, പിന്നെ ഒരു മാങ്ങൻ്റെ തൈ ഉണ്ട്. ഇതൊക്കെ പിന്നെ കുരുട്ട് മുളപ്പിച്ചതാണ് കേട്ടോ, മുസമ്പി തൈയും. അതുപോലെ തന്നെ മാങ്ങ അണ്ടി മുളപ്പിച്ച് തൈ മുളച്ച് വന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ തൈകളൊക്കെ വാങ്ങിച്ച വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ നല്ലൊരു അടിപൊളി റെഡ് ലേഡി അല്ല, വിയറ്റ്നാം എർലി പ്ലാവാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ അബിയോ ഫ്രൂട്ടും ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രാഗൺ വാങ്ങി വെച്ചത് ഞാൻ എന്തായാലും ഒരു ചട്ടിയിൽ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇത് ഒക്കെ വെക്കുന്നത് ഇതുപോലത്തെ ഡ്രമ്മുകളിലാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 ഡ്രമ്മ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഒരു ഡ്രം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം 2 ഭാഗമാക്കി എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി മണ്ണും വളമയും ഒക്കെ നിറച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ അബിയോ ഫ്രൂട്ടും അതുപോലെ പ്ലാവും ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ നിറച്ച് കരിയായിരുന്നു കേട്ടോ, കരി ഓയിൽ പോലത്തെ സംഭവം. അപ്പോൾ അത് നമ്മൾ മണ്ണെണ്ണയൊക്കെ ഇട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇനിയും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ അതവിടെ പെട്രോളല്ല ഡീസൽ അങ്ങനെ എന്തോ സംഭവം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് തുടച്ച് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മണം പോയതിന് ശേഷം മാത്രമേ നമ്മളത് വെച്ച് പിടിപ്പിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ടെറസത്തെ കുഞ്ഞു വിശേഷമൊക്കെ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ ഒരു തക്കാളിപ്പെട്ടിയിലാണ് കേട്ടോ കുറച്ച് മണ്ണൊക്കെ എടുത്ത്. ആദ്യം ഞാൻ മണ്ണിട്ടപ്പോൾ ഒന്ന് പോയി. അപ്പോൾ അതിന് ശേഷം മണ്ണൊക്കെ വീണ്ടും കൊട്ടി കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതുപോലെ ഒരു പച്ചനെറ്റ് വെച്ച് വിരിച്ചിട്ട് അതിലേക്ക് ഇട്ടിക്കണം കേട്ടോ. വിത്തിട്ടത് നമ്മുടെ പാലക് വിത്താണ്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വെയിൽ കൊള്ളണ്ടെന്ന് വെച്ചിട്ട് അകത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പുറത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചീര വെച്ചത് കണ്ടില്ലേ, ഇതുപോലൊരു പാത്തിയിലാണ് കേട്ടോ നമ്മൾ ചീര വെച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ആടുംകൂടിന് ഷീറ്റിന് കൊടുത്ത പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ അവിടെ കിടന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കേട്ടോ. അപ്പോൾ മണ്ണും വളവും ഒക്കെ ഇട്ടിട്ടാണ്, മണ്ണും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ചീര മുളപ്പിച്ചിട്ട് പിന്നെ അത് വേറെ പറിച്ച് നട്ടതാണ്. വരിക്കെങ്ങനെ വെച്ച് കൊടുത്താട്ടോ. എനിക്കെന്തോ മണ്ണില്ലാത്ത കാരണം അത് അങ്ങോട്ട് സെറ്റ് ആവില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒക്കെ നല്ലതുപോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രാഗന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലാണ് കേട്ടോ. ഈ ഒരു ചട്ടി വാങ്ങിച്ചതാണ്. ഇതിനിപ്പോൾ 40 രൂപയാണ് കേട്ടോ ഈ ഒരു ചട്ടിക്ക്. ഇതിൻ്റെ ചെറുതിന് 20 രൂപയാണ്. അപ്പോൾ എന്തായാലും അതിലാണ് നമ്മൾ ഡ്രാഗൺ വെച്ചിട്ടുള്ളത്. അത് കൊടുന്നപ്പോൾ ഒരു ചിമ്പ പൊട്ടിപ്പോയിട്ടോ. ഞാനത് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഒരു സൈഡിൽ അങ്ങോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വഴുതിരിങ്ങ വിത്തിട്ട് മുളപ്പിച്ച കുറേ തൈകൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്. വഴുതിരിങ്ങ തൈയൊക്കെ ചാക്കിൽ മണ്ണാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിതൊക്കെ കൊടുക്കണ വളങ്ങൾ ചകിരിച്ചോറും എല്ലും പൊടി അതുപോലെ കുറച്ച് മണ്ണും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് ഞാനിങ്ങനെ ചട്ടിയിലാക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ കുറ്റി ബീൻസാണ് കേട്ടോ. കുറ്റി ബീൻസാണെന്ന് പറഞ്ഞിട്ട് വിത്ത് വാങ്ങിച്ചത്. ഇനി വളർന്നു കഴിഞ്ഞാലേ നമുക്കത് കുറ്റിയാണോ വള്ളിയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പാത്രം കണ്ടില്ല, ഇതിന് 20 രൂപയാണ് കേട്ടോ. ചെറുതാണ്, നമ്മളാ വെച്ചതിലേറെ കുറച്ച് ചെറിയ പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിലാണ് കുറ്റി വെച്ചിട്ടുള്ളത് ബീൻസ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ചാക്കിൽ തക്കാളി നമ്മൾ കുറേ മുന്നേ പാകിയിട്ടുണ്ടായിരുന്നു. വിത്തൊക്കെ മുളച്ച് തക്കാളി തൈകളൊക്കെ വലുതായിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 20 രൂപേൻ്റെ ആ പാത്രം തന്നെയാണ് ഇതും കേട്ടോ. ഇത് നമ്മളെ കുറ്റി അമരയാണ് കേട്ടോ. ഇതൊന്നും കഴിഞ്ഞ വീഡിയോയിൽ ഇവരാരും ഉണ്ടായിട്ടില്ല, ഇവരൊക്കെ പുതിയ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ചാക്കിലുണ്ടായ വഴുതിരിങ്ങ തൈ ഇനിയുണ്ട് മാറ്റി കുഴിച്ചിടാണ്ട്. അപ്പോൾ ഇതൊന്ന്
കുറേ ഞാൻ മാറ്റി കുഴിച്ചിട്ട്, കാരണം നമുക്ക് കുറച്ച് തൈകളൊക്കെ കിട്ടി. പിന്നെ മേലെ ആയിരുന്നു കേട്ടോ, ചാക്കിലായിരുന്നു, ഏറ്റവും ടോപ്പിലായിരുന്നു. അപ്പോൾ അത് മയിൽ വന്ന് ഫുള്ളായിട്ട് കൊത്തി തിന്നു കേട്ടോ, കിളിർത്ത് മൊത്തം കൊത്തി തിന്നു. ഞാൻ കിട്ടിയത് വേഗം എടുത്തിട്ട് ചാക്കിലാക്കി. അപ്പോൾ ഈ ഒരു ചാക്കിലത്തെ തൈകൾ നല്ലതുപോലെ വളമൊക്കെ നല്ലോണ്ട് തോന്നുന്നുണ്ട്, നല്ലതുപോലെ ഉഷാറാവുന്നുണ്ട് കേട്ടോ. 3 തൈയാണ് നമ്മൾ ഈ ഒരു ചാക്കിൽ ഉള്ളത്. പിന്നെ ഞാനിത് വളരുന്തോറും നമ്മൾ ആ ചെടികളെ അടിയിൽ നിൽക്കണ ഇല നുള്ളിക്കളയാണെങ്കിൽ അത്രയും വളമ വലിച്ചെടുക്കും. പിന്നെ നമ്മളെ ചെടിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാകുമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ തൈകൾ നടുന്നതും അതിനെ ശുശ്രൂഷിക്കണ വീഡിയോസുകളും അങ്ങനെ കുറേ ഇങ്ങനെ കാണും കേട്ടോ. ഇപ്പം അതാണ് പരിപാടി. തൈകളോട് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ്. ഇനിയും നമുക്ക് കുറച്ചും കൂടിയൊക്കെ വയ്ക്കണം. കിട്ടുന്നതൊക്കെ ഞാൻ കൊണ്ടുവെക്കും കേട്ടോ. പിന്നെ അതാ നമ്മളെ ബുഷ് ഓറഞ്ചും ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബുഷ് ഓറഞ്ച് കുറേ പറിച്ചിട്ടോ, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനി ഉള്ളത് പഴുത്തിട്ടില്ല കേട്ടോ. അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് നിറത്തിൽ നല്ല അടിപൊളി കളർ തന്നെ വരും. ഇനിയിപ്പോൾ അതാ പൂവൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം കൂടി വാങ്ങിക്കണം കേട്ടോ. പിന്നെ അത് അതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് പാലച്ചീരൻ്റെ വിത്തിട്ടതാണ്. അത് ഇതാ മുളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അത് പറിച്ച് ഞാൻ വേറെ ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ട്, അപ്പോൾ അതിലോ വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ കുറ്റിക്കുരുമുളക് കുറച്ച് ദിവസം ആയല്ലോ അത് കൊടുന്നിട്ട്. അപ്പോൾ കുരുമുളകൊക്കെ ഇതാട്ടോ, ഇതൊക്കെ പക്ഷികൾ കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. കുരുമുളകൊക്കെ ചെറിയ അടക്കാ പക്ഷികൾ പറയില്ലേ, അതുപോലത്തെ പക്ഷികൾ വന്നിട്ട് ആകെ കൊത്തി തിന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ക്യാപ്സിക്കൻ്റെ 2 തൈകൾ വെച്ചിട്ടുണ്ട്. ആ 2 തൈയും പോയി പറ്റി അങ്ങോട്ട് ഒടിഞ്ഞ് വാടി ഇതായി നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിവാക്കാൻ വേണ്ടി വെച്ചതാണ് ക്യാപ്സിക്കം. അപ്പോൾ അതിലൊരു ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് ഉണ്ടായിട്ടോ. അപ്പോൾ ഞാനത് എന്തായാലും കളഞ്ഞില്ല. ഇത് കണ്ടില്ലേ, ഇതാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കാണുന്നത് നമ്മളെ പുതിനയുടെ ഇതാണ് കേട്ടോ. പുതിന വെച്ചില്ലേ, നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് പുതിന വാങ്ങിച്ചത് ഞാൻ ആ കൊമ്പ് കൊണ്ടുപോയിട്ട് വെറുതെ ചട്ടീൻ്റെ സൈഡിൽ കുഴിച്ചിട്ടതാണ്. അതിപ്പോൾ അതാ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിനയൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ തണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിട്ടാൽ മതി, നല്ലതുപോലെ ഉണ്ടാവും. അപ്പോൾ അതും അവിടെയൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മുടെ ബജ്ജി മുളകാണ് കേട്ടോ ഉള്ളത്. ബജ്ജിമുളക് പിന്നെ ചെടിയിലേറെ വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കോൾ ഇങ്ങനെ വരികയാണ് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്, കോള് കട്ടാക്കി വിടുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ ബജ്ജിമുളകൊക്കെ നമ്മളെ ചെടിയിലേറെ വലിയതായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ബജ്ജിമുളകിൻ്റെ തൈ കുറേ ഉണ്ട്. അപ്പോൾ ഞാനും ആകെ ഒരു മുളകാണ് അതിൻ്റെ വിത്താണ് പാകിയിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ള് ഒക്കെ മുളച്ചിക്കണ് തോന്നുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നും മാറ്റി വെച്ചൊരു തൈയാണ്. ഇതിപ്പോൾ നമ്മുടെ വെള്ള കാന്താരിയായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഇലയൊക്കെ ഇങ്ങനെ ഞാൻ വാടി നിന്നപ്പോൾ അടിയത്തെ ഇലകളൊക്കെ ഞാനൊന്ന് പറിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചെടികൾക്ക് നല്ല കരുത്തുണ്ടാവുമെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് അറിവില്ലാത്ത ചെടികളെക്കുറിച്ചൊന്നും അധികം അറിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒക്കെ അങ്ങനെ ചെയ്യാൻ തന്നെ ഉള്ളൂ. പിന്നെ അതാ നമ്മുടെ ഏറ്റവും സന്തോഷം തക്കാളികൾ കായ്ഫലം തന്നു തുടങ്ങിയിട്ടോ. നമുക്കിതാ ഒരു 5-6 തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഞാൻ കടയിൽ നിന്ന് കൊടുന്ന തക്കാളി ഒന്ന് കേടന്നപ്പോൾ അതുകൊണ്ട് ചാക്കിൽ പാകിയതാണ് കേട്ടോ. ചാക്കിൽ ഇങ്ങനെ വിത്തിട്ടിട്ട് പാകിയപ്പോൾ ഉണ്ടായ തക്കാളിയാണ്. കുറേ മുന്നേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് ഇതാ 3-4 തക്കാളി തൈ എടുത്തിട്ട് ഇവിടെ ഈ ചാക്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തൈകളില്ലെങ്കിലും കുറച്ചൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇതൊക്കെ അതുപോലെ മുളക് തൈ തന്നെയാണ് കേട്ടോ. ബജ്ജി മുളക് കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 പേർക്ക് കൊടുത്തു കേട്ടോ തൈകളൊക്കെ. അങ്ങനെ അവരിങ്ങനെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ തൈകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തായിന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഇതിലൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും ബജ്ജി മുളക് അറുക്കണം കേട്ടോ. അറുത്തിട്ട് ഇപ്പോൾ ഞാനിതാ തൊട്ടതും ഒരു മുളക് തെറിച്ചതാണ് കേട്ടത്. അപ്പോൾ നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങണ അത്രയ്ക്കും അങ്ങോട്ട് വലിപ്പം വെച്ചിട്ടില്ലെങ്കിലും നമ്മളാവശ്യത്തിനുള്ള അതൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ അത് നീണ്ടു പോരാതെ ഉണ്ടച്ച് അവിടെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൃത്രിമ വളങ്ങളൊന്നും കൊടുക്കണില്ലല്ലോ. വെറുതെ ഈ ഒരു ചകിരിച്ചോറും എല്ലുപൊടി അങ്ങനത്തെ സംഭവങ്ങളല്ലേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കായ് നല്ല തന്നെ ഇതുപോലത്തെയൊക്കെ തന്നെ കിട്ടുള്ളൂ. ഒരുപാട് നല്ല കെമിക്കൽ ഇതൊക്കെ ചേർത്ത് നമ്മൾ അടിച്ച് കൊടുക്കുകയാണെങ്കിലേറെ ഉണ്ടാവും. അപ്പോൾ ഞാനെന്തായാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കഴിക്കാമെന്നുള്ള ഉദ്ദേശം തുടങ്ങിയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾക്ക് കെമിക്കലൊന്നും ആവശ്യമില്ല. പിന്നെ ഇതാ നമ്മൾ ഇത് വഴുതിരിങ്ങ തൈയാണ് കേട്ടോ.
വഴുതിരിങ്ങ തൈ മാറ്റി കുഴിച്ചിട്ടാണ്. അപ്പോൾ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലേ മക്കളെ കൂട്ടുകാരന്മാർ ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോൾ രണ്ടാളെ ഫോണും കംപ്ലൈൻ്റായി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാതും നമ്മുടെ ഈ ഒരു ഫോണിലാണ്. അതുകൊണ്ട് ഇങ്ങനെ കോൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവരന്വേഷിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടേതാ വെണ്ടയ്ക്ക അടുത്ത കായും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊന്നൊരു 4 കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീണ്ടും ഒരു 4-5 കായ് വെണ്ടയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് പാകട്ടെ. അപ്പം ഞാനിതിൻ്റെ വിത്ത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് എവിടെ വെച്ചെന്നൊരു ഓർമ്മ ഇങ്ങോട്ട് കിട്ടണില്ല. കുറേ ഉണ്ട് കേട്ടോ വിത്ത്. പാവയ്ക്ക വിത്തുണ്ട്, ചിരങ്ങ, അതുപോലെ പടലങ്ങൻ്റെ പല വിത്തും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനൊരു ദിവസം അതിങ്ങനെ കവറിൽ പൊതിഞ്ഞിട്ട് അത് എവിടെ വെച്ച് എന്നൊരു ഐഡിയ ഇല്ല, എവിടെ വെച്ചിരിക്കണമെന്ന് തിരഞ്ഞു നോക്കണം ഇനി കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ തക്കാളിക്കുട്ടന്മാരൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ശ്രമിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ശ്രമിച്ചാൽ എന്തും നടക്കും. നമ്മൾ ഈ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം കുറച്ച് വെറുതെ ടി വിയും കണ്ട് ഫോണും കണ്ട് ഉള്ള ടൈം കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തായാലും നമ്മൾ വിജയിക്കും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനിങ്ങനെ ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടോ. അപ്പോൾ ഇനിയും കുറേ ചെടികളിങ്ങനെ വെക്കണം എന്നാണ് കേട്ടോ ആഗ്രഹം. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാതും എവിടെ വിത്ത് ആരെന്ത് കണ്ടാലും ഞാൻ അതിന് ചോദിച്ച് വാങ്ങിപ്പോരും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ നമ്മുടെ ചിക്കും പേരക്ക ഇനിയും ഒരു റെഡ് ലേഡീൻ്റെ തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ മാസത്തെ 2 മാസത്തോളമായല്ലോ ഒരു കുറി ഞങ്ങൾ റെഡ് ലേഡി തൈ കൃഷിഭവനിൽ നിന്നും വാങ്ങിച്ച് വന്നതാണ്. അതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റെഡ് ലേഡി താഴത്തും ഒന്ന് നമ്മൾ മേലെ ഡ്രമ്മിലും വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ. ചെടികൾക്കുള്ള വെള്ളമൊക്കെ ഞാൻ ഡ്രമ്മ് മേലെ വെച്ചിട്ട് അതിൽ മോട്ടറടിച്ച് നിറയ്ക്കലാണ് കേട്ടോ പതിവ്. അല്ലെങ്കിൽ താഴത്തുനിന്ന് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊടുന്ന് ഒഴിക്കുമ്പോൾ നല്ല റിസ്ക് തന്നെയാണ്. എന്നാൽ തന്നെ മണ്ണും ഒക്കെ ഞാൻ മേലേക്ക് ഞാൻ തന്നെ കേട്ടോ ഡെയിലി ഞാൻ അവിടെയൊക്കെ ചെല്ലും. ഇത്രയും മണ്ണ് ഇതൊക്കെ ഫുള്ള് മണ്ണും ഞാൻ തന്നെയാണ് കേട്ടോ മേലേക്ക് ഇങ്ങനെ കഴിച്ചിടത്. അപ്പോൾ പോകുമ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ബക്കറ്റിൽ എടുക്കുക, താഴത്തുനിന്ന് മണ്ണ് എടുക്കും, എന്നിട്ട് മേലെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യും. ഒരു ഡ്രമ്മ് അതിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഓരോ ഡ്രമ്മിലങ്ങനെ ഓരോ ബക്കറ്റ് അങ്ങനെ കൊണ്ട് കൊട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ വിത്തോ കിട്ടിയാൽ അപ്പോൾ നമുക്ക് മണ്ണിന് ഓടണ്ടല്ലോ. അപ്പോൾ മണ്ണ് എപ്പോഴും സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ മേലെ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ ജൈവവളം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറീൻ്റെ വേസ്റ്റുകൾ ഫുള്ള് ഞാനൊരു ഡ്രമ്മിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അതിപ്പോൾ തുറക്കാൻ പറ്റില്ല, നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഞാൻ ഇതുപോലൊരു പാത്തി തന്നെയാണ് കേട്ടോ നമ്മളെ ഷീറ്റിൽ ഇട്ടത്. അപ്പോൾ അതിൽ ഞാൻ ബീൻസും അമരക്കൻ്റെ ഒക്കെ വിത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് ഇങ്ങനെ മുളച്ച് തല എത്തി നോക്കണുണ്ട്. ഇനിയും കുറേ ആൾക്കാർ പൊന്തി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ഇതൊരു നനച്ചിട്ടില്ല കേട്ടോ, നനക്കാത്ത കാരണമാണ് മേലെ മണ്ണ് ഡ്രൈ ആയി നിൽക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കാക്കു ഇതാ വന്നിരിക്കുന്നത് കേട്ടോ. പണി കയറി നേരെ ഇങ്ങോട്ടാണ് വരിക കേട്ടോ. നമ്മൾ അവിടെ അല്ല വരിക, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളും ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന കോട്ടേഴ്സ്ക്ക് പോകുള്ളൂ കേട്ടോ. ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് നിന്നൊരു സന്തോഷം വേറെ തന്നെ കേട്ടോ. മനസ്സിനൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. പിന്നെ നമ്മളതിൽ കായും പൂവും ഒക്കെ ഉണ്ടാക്കി നമ്മളത് പറിക്കുന്നതും അതൊക്കെ ഒരു രസം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിനി ബജ്ജിമുളകിൻ്റെ വിളവെടുപ്പ് അങ്ങോട്ട് നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ കാക്കുവിൻ്റെ വക ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. ആൾക്കൊരു തൃപ്തി ആവണമെങ്കിൽ ആളും കൂടി ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ അന്ന് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിയൊരു സ്പ്രേ ബോട്ടിലാണല്ലോ. അപ്പോൾ ഈ വിത്തുകൾക്കൊക്കെ നമുക്ക് വെള്ളം ഇങ്ങനെ കപ്പ് കൊണ്ട് ഒഴിച്ച് കൊടുക്കണേലേറെ നല്ലത് ഇതുപോലെ ഒരു കുപ്പിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തു. അത് ഒന്നിച്ച് വാങ്ങിയത് തന്നെയാണ് കേട്ടോ ബോട്ടിലും. അതുപോലെ അതിലേക്കുള്ള മണ്ണ് വാരണ കോരി ഉണ്ടല്ലോ അതുപോലെ ഈ കത്രിക അതൊക്കെ ഇതിനൊപ്പം കിട്ടിയത് തന്നെയാണ് കേട്ടോ. ബോട്ടിൽ വാങ്ങുമ്പോൾ അന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് തന്നെയാണ്. അപ്പോൾ ഇതാ മുളക് വിളവെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കത്രിക അവിടെ വാങ്ങി വെച്ചത് കാരണം കത്രിക കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാണ്. അപ്പോൾ ഇതാ ബജ്ജി മുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തക്കാളി വേണ്ട അതൊന്നും ആയിട്ടില്ലല്ലോ, വൈതിരിങ്ങൊക്കെ ആയി വരണം. ചീര എന്തായാലും ഞാൻ 2 ദിവസം കൊണ്ട് പറിക്കണം. അത് ചില ചീരൻ്റെ ഇതിൽ പൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ അതൊരു പണിയാവില്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ കട്ട് ചെയ്തിട്ട്
ഒരു ചെറിയൊരു തോരന് കിട്ടിയ അതൊരു സന്തോഷമല്ലേ. നമ്മൾ സ്വന്തമായിട്ട് നനച്ച് ഉണ്ടായിട്ട് അത് പറിച്ച് കൊണ്ടുപോയി തോരനൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അതൊരു വേറെ വെറൈറ്റി ഒരു രസം തന്നെയാണ് അല്ലേ, ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇന്ന് ബജ്ജി ഉണ്ടാക്കാൻ ടൈമില്ല കേട്ടോ. നാളെ നമ്മളൊരു വീഡിയോ ഇടും. അപ്പോൾ നമ്മൾ ബജ്ജി മുളകിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ നാളത്തിൽ. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗത്തെ തൈകൾ വലിയൊരു ഗ്രോത്ത് കിട്ടിയിട്ടില്ല. മഞ്ഞ കളറായിട്ട് ഇങ്ങനെ മുളകൊക്കെ അങ്ങോട്ട് പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറിക്കാന്ന് പറഞ്ഞപ്പോൾ കാക്കു പറയുന്നുണ്ട്, അല്ല ഞാൻ പറിച്ചുകൊണ്ട് ഈ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുഴിച്ചിടാനും മണ്ണ് കൊണ്ടുവരാനും വളമ ചെയ്യാനും ഒക്കെ ഞാനാണ്, പക്ഷെ കായ് പറിക്കാൻ ഇന്നെ വിടില്ല കേട്ടോ. ഈ തൊടണ്ടാന്ന് പറയും എന്നോട് കേട്ടോ. അങ്ങനെ ഇതാ കുറേ കിട്ടിയിരിക്കണം കേട്ടോ. നമ്മളെ ഒരു വീട്ടാവശ്യത്തിനുള്ള ബജ്ജി ഇത്രയൊന്നും ഉണ്ടാക്കുമൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ പകുതി തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എന്തായാലും ബജ്ജി മുളകിൻ്റെ വിളവെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് മോളത്തൊന്ന് നനച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എത്ര നനച്ചാലും നമ്മുടെ കാക്കുവിന് വലിയ തൃപ്തി എന്താ ആവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ പിന്നെയും അങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലാണല്ലോ. അപ്പോൾ എന്തായാലും ധാരാളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം, നല്ലതല്ലേ. നമ്മൾ ചെടികളെ നമ്മൾ നല്ലോണം സ്നേഹിച്ചാൽ നമ്മൾ തിരിച്ചും അവർ സ്നേഹിക്കും, നമുക്ക് നിറയെ കായ്കളും തരും അവർ അല്ലേ. അങ്ങനെയാണ് കേട്ടോ ചൊല്ല്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളി കേട്ടോ. ഇത് ഞാൻ ഒരു വീട്ടിൽ നിന്ന് കൊടുന്നതാണ്, അവിടുത്തെ ഞങ്ങളെ കുടുംബം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അവരത് കുറേ വള്ളി പറിച്ച് തന്നു. ആദ്യം ഞാനൊരു ചാക്കിൽ വെച്ചു, പിന്നെ അത് വള്ളി അങ്ങോട്ട് നീണ്ട് വന്നപ്പോൾ അതിന് പൊട്ടിച്ചിട്ട് വേറൊരു ചാക്കിലും കൂടെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതും നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഒരു പരീക്ഷണമായിട്ട് നമ്മൾ നോക്കുകയാണ് കേട്ടോ, കപ്പക്കിഴങ്ങ് ചാക്കിൽ ഉണ്ടാവുമോ അല്ലേ എന്ന് അറിയാൻ. അപ്പോൾ ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ അടിച്ചു നോക്കി കണ്ടതാണ്, കപ്പക്കിഴങ്ങ് കൃഷി ചാക്കിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കും പേരക്കയും പിന്നെ ഒരു റിലേഡിൻ്റെ അതിൻ്റെ ഒപ്പം കിട്ടിയൊരു തയ്യാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതാ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നതിന് ഇതുപോലൊരു ഡ്രമ്മിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്, ചെറിയൊരു ഡ്രമ്മാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല വേനലിൻ്റെ ചൂടിൻ്റെ കാലം വരികയാണല്ലോ. അപ്പോൾ എന്തായാലും പച്ചനെറ്റൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം സൈഡ് ഭാഗങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പേര നല്ലതുപോലെ തെളുത്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തൊന്നും ഓരോ പൊട്ടി മുളക്കണ ഒരു കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ നല്ലതുപോലെ ഒന്ന് വരുന്നുണ്ട്. ഇതിലൊരു 3-4 കായോളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കായ പിന്നെ നമ്മൾ മയിൽ കഴിച്ച് പോയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എല്ലാതും നമ്മൾ പച്ചക്കറികൾ ഫുള്ള് മേലേക്ക് കയറ്റണം, മേലെ സെറ്റാക്കണം. അതിനുള്ള പുറപ്പാടിലൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാക്കുന് പണിയില്ലാത്ത അന്നൊക്കെ കമ്പി കൊണ്ടുവരണം, കമ്പി കൊടുന്ന് 4 ഭാഗത്തുമായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മയിൽ ഇതാട്ടോ, സ്ഥിരം വരുന്നൊരു കള്ളനാണ് അത് കേട്ടോ. മയിലും കൂട്ടെ അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കും. എൻ്റെ തൈകൾ നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ വഴുതിരിങ്ങ മുളച്ചതും അതുപോലെ കപ്പക്കിഴങ്ങിൻ്റെ ഇലയും ഒക്കെ കൊത്തി പോകുന്നുണ്ട് കേട്ടോ. ആള് പാവല്ലേ. നമ്മൾക്ക് ഇനിയിപ്പോൾ ഇതാ ഇറങ്ങണം. ഈ ഒരു കോണിയിൽ കൂടെയാണ് ഞാൻ മുകളിൽ കയറുന്നത് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ കയറിയിരുന്നില്ല. പിന്നെ 2 പ്രാവശ്യം കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ശീലമായി. പിന്നെ ഞാൻ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കാക്കു താഴത്തുനിന്ന് പിടിച്ച് തരും കേട്ടോ, ഏണി പിടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 പ്രാവശ്യം അങ്ങനെ മറിയാൻ പോയിരുന്നു കേട്ടോ, വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പകുതി എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു പേടിയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. അപ്പോൾ എന്തായാലും പച്ചക്കറി കൃഷീൻ്റെ നനക്കലും പറിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റൂമിൻ്റെ മുകളിൽ ഈ സൈഡൊന്ന് തേക്കാനുണ്ട് കേട്ടോ. അത് തേച്ചിട്ട് വേണം നമുക്കിവിടെ 4 സൈഡും കമ്പി നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ട് പച്ചനെറ്റ് വാങ്ങി നല്ല 3 ഭാഗം മറക്കും, ഇവിടെ അങ്ങോട്ട് ഓപ്പൺ ആക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ പച്ചക്കറി താഴത്തുള്ള ഫുള്ള് ഞാനിങ്ങോട്ട് മുകളിലേക്ക് കയറ്റലാണ് കേട്ടോ അടുത്ത പരിപാടി. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് എല്ലാതും നിങ്ങളെ അറിയിക്കുന്നതാവും. ഇനി എന്തായാലും നമ്മൾ ഈ മട്ടുപ്പാവല കൃഷി നല്ലോണം ഒന്ന് വിപുലീകരിച്ചെടുക്കണം, വലിയൊരു കൃഷിയാക്കി തന്നെ എടുക്കണം. അതിനുള്ള സെറ്റപ്പിലാണ് ഞാനും കാക്കും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കേട്ടോ, ഒന്നിച്ചങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല. ഒറ്റയടിക്ക് കുറച്ച് പൈസ ഇറക്കി അങ്ങനെ ചെയ്യില്ല, കുറച്ചായിട്ട് കേട്ടോ. അപ്പോൾ
പയ്യെ തിന്നാൽ പനിയും തിന്നാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ കുറച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെയും അതുപോലെ തന്നെ കമ്പി 4 സൈഡ് കൊടുക്കണം, നെറ്റ് കെട്ടണം. എന്നിട്ട് കുറച്ച് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഒന്ന് വാങ്ങി വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാതും നമ്മളെ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.